രണ്ടാം ഘട്ട നഗര സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയുടെ ഭാഗമായി മുക്കം പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡ് അടച്ചതോടെ പഴയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾക്ക് നിർത്താനിടമില്ല. സ്റ്റാൻഡിലേക്ക് കയറാനാവാതെ ബസ്സുകളുടെ നിര റോഡിലേക്ക് നീളുന്നതോടെ ആലിൻചുവട് ബസ് സ്റ്റാൻഡ് റോഡിൽ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നു. മുക്കം നഗരത്തിലെ രണ്ടാം ഘട്ട സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയുടെ ഭാഗമായി പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡ് അടച്ചതോടെയാണ് പഴയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്താൻ ഇടമില്ലാത്ത അവസ്ഥയായത്. നേരത്തെ യാത്രക്കാരെ കയറ്റാൻ പുതിയ സ്റ്റാൻഡിലേക്ക് പോയിരുന്ന ബസ്സുകൾ കൂടി പ്രവേശിക്കാൻ തുടങ്ങിയതോടെയാണ് പഴയ ബസ് സ്റ്റാൻഡ് ഹൗസ്ഫുൾ ആവാൻ തുടങ്ങിയത്. സ്റ്റാൻഡിലേക്ക് കയറാനാവാതെ ബസ്സുകളുടെ നിര റോഡിലേക്ക് നീളുന്നതോടെ ആലിൻചുവട് ബസ് സ്റ്റാൻഡ് റോഡിൽ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. മാർക്കറ്റ് പുതിയ സ്റ്റാൻഡ് റോഡിലെ കോൺക്രീറ്റ് പ്രവൃത്തിയെ തുടർന്ന് ജൂൺ 6 മുതലാണ് ഈ റോഡ് അടച്ചത്. നേരത്തെ അരീക്കോട്, കൊടിയത്തൂർ ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾ പുതിയ സ്റ്റാൻഡിൽ നിർത്തിയാണ് യാത്രക്കാരെ കയറ്റിയിരുന്നത്. വിവിധ ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡിൽ ഒരുമിച്ചിടുന്നത് യാത്രക്കാർക്കും ദുരിതമാണ്. ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ബസ്സുകൾ തിരഞ്ഞു നടക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാരും. ശക്തമായ മഴ പെയ്താൽ ഈ ദുരിതം ഇരട്ടിയാവുമെന്ന് യാത്രക്കാർ പറയുന്നു. പുതിയ സ്റ്റാൻഡ് റോഡിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലേറെയും മൊത്ത കച്ചവടക്കാരാണ്. വ്യാപാരികളുടെ അഭ്യർത്ഥനയെ തുടർന്ന് കേവലം 100 മീറ്റർ മാത്രം ദൈർഘ്യമുള്ള റോഡിൽ 2 ഘട്ടങ്ങളിലായാണ് കോൺക്രീറ്റ് പ്രവൃത്തി നടത്തുന്നത്. ഒന്നാം ഘട്ടത്തിൻ്റെ കോൺക്രീറ്റ് പ്രവൃത്തി കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞാലേ രണ്ടാം ഘട്ട പ്രവൃത്തി ആരംഭിക്കാനാവൂ. അതായത് 1 മാസം കൂടി കഴിഞ്ഞാലേ പുതിയ സ്റ്റാൻഡ് റോഡ് ബസ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനാവൂ എന്ന് സാരം. ബസ്സുകൾ അധിക സമയം നിർത്തിയിടുന്ന ഉച്ച സമയങ്ങളിലാണ് ബസ് സ്റ്റാൻഡിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, മുക്കം.